This show is presented by Luvi. അത് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും വെച്ച് അടിച്ചതിന് ശേഷം കാർ പൊങ്ങിപ്പോവുകയാണ്. ഗ്യാസിൻ്റെ ഒരു സംഭവം, നമ്മൾ ഹൈ പ്രഷറിൽ ഗ്യാസ് പോകുമ്പോൾ കാറിൻ്റെ എൻജിനൊക്കെ മാറ്റും. അതൊക്കെ സിനിമയുടെ ടെക്നിക്കാണ്. വെയിറ്റൊക്കെ കുറയ്ക്കും. വെയിറ്റൊക്കെ കുറച്ചിട്ടാണ് ഇത് പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ കിങ്ങിലെ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അത് ഗൺ പാർട്ടീസ് ചെയ്യുന്നതാണ്. അത് ഏതാണ്ട് ഒരു 100 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിൽ വെച്ചതിന് ശേഷം അതിൽ നെഗറ്റീവും പോസിറ്റീവും വെച്ചിട്ട് ഗൺ പൗഡർ അടിയിൽ വെച്ചതിന് ശേഷം പൊട്ടിക്കുന്നതാണ്. നേരിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് കട്ടിങ്സിൽ ഒരാൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പം ഞാനത് ചോദിച്ചു. അപ്പം ഞാൻ ഇത്രയും സ്റ്റഡി ചെയ്തിരിക്കണല്ലോ, ഒരു പടത്തിനെ പറ്റി ഇവൻ ഇത്രയും സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പിങ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കിൽ പുള്ളി അടിയിൽ കൂടെ അങ്ങ് പോകും. എന്ന് വെച്ചാൽ കൗണ്ട് കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4 ഇങ്ങനെ പറഞ്ഞ് ഷാജി ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്ര വരെ മുങ്ങിയിട്ട് പൊങ്ങുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കൊടുക്കും. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു, പടം ഇറങ്ങി സൂപ്പർ ഹിറ്റായി, ഇനി പറഞ്ഞിട്ട് കുഴപ്പമില്ല. പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അടിയിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ വല്ല കരിങ്കല്ല് ഇട്ട് തൂക്കണം പുള്ളി. അത് പാടാണ്. അവർ പിന്നെ ആ സിനിമ കാണാനും പറ്റില്ല. അവർ ഇനി ആളില്ല. അതുകൊണ്ട് ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ മാത്രമേ ഓടൂ എന്നല്ല, അല്ലാത്ത പടങ്ങളിലൂടെ ഓടണുണ്ടല്ലോ. ഇപ്പോൾ രാജശേഖരനെ കണ്ടാലും ടെററിസ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ 2 രൂപ അവിടെ പിടിച്ചിട്ട് ഞങ്ങൾ ഫോൺ ചെയ്തു. രാത്രി 3 മണിക്കൊന്നും ആരും നമ്മളെ റിസീവ് ചെയ്യാനൊന്നും വരില്ല എന്ന് നമുക്കറിയാം. 6 മണി കഴിയാതെ ആരും വരത്തില്ല. ഇത് ബേറിലൊക്കെ അങ്ങനെയാണ്. ഫയർമാനിലിപ്പോൾ മമ്മൂക്കയുടെ ഷൂട്ട് ചെയ്ത ഒരു റിസ്കി ഷോട്ടുണ്ട്. മമ്മൂക്ക ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ ഫയർ അണക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മുകളിലൊരു സാധനം കെട്ടി വെച്ചിട്ട് കത്തിച്ചോണ്ടിരിക്കുക, ഫയർ ഇട്ടിരിക്കുക അതിൽ. അപ്പോൾ മമ്മൂക്ക ജസ്റ്റ് മിസ്സിങ് ആണ്. മമ്മൂക്ക ഇത് വിട്ടുപോയി, റോപ്പ് ഉരുവി വിട്ടുപോയി. റോപ്പ് കെട്ടിയിരുന്ന കയറിൽ തീ കയറിയിട്ട് മമ്മൂക്കയുടെ തൊട്ടില്ല എന്ന് പറഞ്ഞ് ഈ സാധനം നമുക്ക് പേടിച്ചു. പക്ഷേ അത് നല്ല ഷോട്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള റിസ്കി ഷോട്ടുകളുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന സാധനങ്ങളുണ്ട്. ദി കിങ് മൂവിയിലാണല്ലോ അതിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ബാക്കിൽ കാറ് പൊട്ടിത്തെറിക്കുന്നത്, അങ്ങനത്തെയൊക്കെ സീൻസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷൻസ് എടുക്കാറുണ്ടോ? പിന്നെ അതെങ്ങനെയാണ് ആ ഒരു ബ്ലാസ്റ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്? ബ്ലാസ്റ്റിങ്ങിന് സിനിമയിൽ ഒരു വിഭാഗം തന്നെ ഉണ്ട്, ഗൺ പാർട്ടീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഫയറിംഗ് പാർട്ടീസ്, ഗൺ പാർട്ടീസ് എന്നൊക്കെ. അത് മിക്കവാറൊക്കെ ഗൺ പാർട്ടീസ്. ഇപ്പം ഫയറിംഗ് പാർട്ടീസൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കനോൺ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ കുറേ സാധനം. അത് നമ്മൾ കാർബൺ മോണോക്സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് ഒരു സെമി പെർമെയർ മെമ്പറൈനിൽ കയറ്റിയിട്ട് അത് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും വെച്ച് അടിച്ചതിന് ശേഷം കാർ പൊങ്ങിപ്പോവുകയാണ്. ഗ്യാസിൻ്റെ ഒരു സംഭവം, നമ്മൾ ഹൈ പ്രഷറിൽ ഗ്യാസ് പോകുമ്പോൾ കാറിൻ്റെ എൻജിനൊക്കെ മാറ്റും. അതൊക്കെ സിനിമയുടെ ടെക്നിക്കാണ്. വെയിറ്റൊക്കെ കുറയ്ക്കും. വെയിറ്റൊക്കെ കുറച്ചിട്ടാണ് ഇത് പൊങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ കിങ്ങിലെ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അത് ഗൺ പാർട്ടീസ് ചെയ്യുന്നതാണ്. അത് ഏതാണ്ട് ഒരു 100 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിൽ വെച്ചതിന് ശേഷം അതിൽ നെഗറ്റീവും പോസിറ്റീവും വെച്ചിട്ട് ഗൺ പൗഡർ അടിയിൽ വെച്ചതിന് ശേഷം പൊട്ടിക്കുന്നതാണ്. അതിൻ്റെ ഇതിലാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത് ആ സംഭവം. അപ്പം ചിലപ്പോൾ മൂവ്മെൻറ്റ് ബ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വണ്ടി റോപ്പിൽ കെട്ടി മൂവ് ചെയ്യിച്ച് ബ്ലാസ്റ്റ് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് ഗൺ പാർട്ടീസ് തന്നെ ഉണ്ട്. മദ്രാസിലൊരു വിഭാഗമുണ്ട്. അവർക്ക് ഹൈ ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവരാണ് ഈ ഫയറിംഗ് പരിപാടി ചെയ്യുന്നത്. മിക്കവാറും ഇപ്പോഴുള്ള ഫയറിംഗ് എന്ന് പറയുന്നത് പൈപ്പ് വെച്ചിട്ട്, പൈപ്പിൽ ഹോൾസ് ഇട്ടിട്ട്, നമ്മളെ ഗ്യാസ് ഇല്ലേ സാധാരണ, നമ്മുടെ എൽ പി ജി ഗ്യാസ് കണക്ട് ചെയ്തതിന് ശേഷം അതിൽ ഫയർ കൊടുത്തിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ ഈസിയാണ്. എത്ര വലിയ ഫയർ വേണോ നമുക്ക് ഉണ്ടാക്കാം. പൈപ്പ് കൂടുതൽ കെട്ടിയാൽ മതി. പൈപ്പ് എല്ലാത്തിലും കണക്ഷൻ കൊടുത്തേക്കും നമ്മൾ. എന്ന് വെച്ചാൽ ഇത് കൂട്ടുന്നതോടുകൂടി ഫയർ കൂടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ സേഫ്റ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ അടച്ചു കഴിഞ്ഞാൽ സംഭവമാണ് എല്ലാം. അത്രേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞല്ലോ ദുബായ്, പിന്നെ മഴവില്ല്, അങ്ങനത്തെ സിനിമകളൊക്കെ എബ്രോഡ് ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ എബ്രോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ചേട്ടന് വരുന്ന ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ് അതൊരു ബുദ്ധിമുട്ടുകളായിട്ട് വരിക? എബ്രോഡ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇതിപ്പം ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയത് ബഹറിനിലാണ്.
ബഹ്റിനിൽ ടി വി ചന്ദ്രൻ്റെ ഒരു മോഹവലയം എന്ന് പറഞ്ഞ സിനിമ, അത് ഞാൻ അസിസ്റ്റൻറ്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമെന്ന് വെച്ചാൽ ഏതാണ്ട് 50 ദിവസത്തോളം ഷൂട്ട് ചെയ്തു ബഹ്റിനിൽ ഫസ്റ്റ് സിനിമയാണ് ഈ മോഹവലയം എന്ന് പറഞ്ഞത്. ബഹ്റിനിൽ ഷൂട്ടിങ്ങേ ഇല്ല, ഷൂട്ടിങ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ബഹ്റിനിൽ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ ക്യാമറ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടിയ മരിച്ചു, ഇപ്പം ഈ അടുത്ത കാലത്ത് മരിച്ചുമായിരുന്നു പുള്ളി. എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. രാജേഷേട്ടന് ഞാനും കൂടെ പോയി ഇറങ്ങുന്നു, രണ്ടുപേരും താടി ബാഗൊക്കെ ആയിട്ട് രാത്രി 3 മണിക്ക് ബഹ്റിനിൽ പോയി ഇറങ്ങുന്നു. നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയിൽ ഒരു ലേഡി വന്ന് വിളിച്ചിട്ട് അകത്തോട്ട് ചെല്ലാൻ പറയുന്നു, എല്ലാം തുറന്നു വയ്ക്കാൻ പറയുന്നു, ക്യാമറ ലെൻസൊക്കെ തുറന്നു വെച്ചു, ഇതിവിടെ ഇരിക്കട്ടെ, നിങ്ങൾ വേറെ ലെറ്റർ കൊണ്ടുവന്നിട്ട് എടുത്തുകൊണ്ടു. രണ്ടുപേരെ കണ്ടതിലൊരു ടെററിസ്റ്റ് ലുക്കുണ്ട്. ഇപ്പോൾ രാജേട്ടനെ കണ്ടാലും ടെററിസ്റ്റ് ലുക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പിടിച്ചിട്ട് ഞങ്ങൾ ഫോൺ ചെയ്തു. രാത്രി 3 മണിക്കൊന്നും ആരും നമ്മളെ റിസീവ് ചെയ്യാനൊന്നും വരില്ല എന്ന് നമുക്കറിയാം. 6 മണി കഴിയാതെ ആരും വരത്തില്ല. ഇത് ബഹ്റിനിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം ലെറ്റർ കൊണ്ടുപോയിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ബഹ്റിനിൽ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോഹവലയായിരിക്കും, ടി വി ചന്ദ്രൻ്റെ പടമായിരിക്കും. പക്ഷേ ഫോറിനിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റയ്ക്കാണ്. പക്ഷേ എല്ലാവരും നമ്മുടെ ഡാൻസ് മാസ്റ്റർ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറുണ്ട്, സൗണ്ടിൻ്റെ കക്ഷിയുണ്ട്, മേക്കപ്പ് മാന് സലീം എന്ന് പറഞ്ഞ കക്ഷി, എല്ലാവരും നമ്മളെ വളരെ സഹായിച്ചു ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യാനും എല്ലാത്തിനും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോകുമ്പോഴുള്ള അതിനൊരു ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രിയ ജർമ്മനിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ കൂടെ ആരും പാസ് ചെയ്യില്ല, ഒന്ന് അവിടെ നിൽക്കും. നമ്മുടെ ആൾക്കാരെ പോലെ അല്ല, എല്ലാവരും അതിൻ്റേതായ നമുക്ക് റെസ്പെക്റ്റ് തരും, എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധമുള്ള സെറ്റപ്പുകൾ ഉള്ളിടത്തേ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ മഴവിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയത് ഏതാണ്ട് 40-45 ദിവസം ഷൂട്ട് ചെയ്തു മഴവിൽ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്, എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ 4-5 പടം ഫോറിനിൽ പോയി ഷൂട്ട് ചെയ്തായിരുന്നു. ലവ് ഇൻ സിംഗപ്പൂർ ഷൂട്ട് ചെയ്തായിരുന്നു, അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തായിരുന്നു. ചേട്ടൻ ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആക്ടേഴ്സിനൊന്നും കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല, അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് എന്നും ഉള്ളതാണ്. ഇപ്പം ആദ്യമായിട്ട് ഉള്ള സംഭവമല്ല. ഇപ്പം നയന ചോദിക്കുന്ന സംഭവം ഇതല്ല. ടെക്നിക്കൽ സൈഡിലുള്ള എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് ടെക്നീഷ്യനൊരു വില വന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ടെക്നീഷ്യൻസിന് വിലയൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ ക്ലിയറായിട്ട് പറയാം. ഇപ്പോഴും അതൊരു സംഭവമാണ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് ഇങ്ങനെ നമ്മളിപ്പം പല കാര്യത്തിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ടെക്നിക്കൽ സൈഡിൽ വിലയുടെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുവിധമുള്ള ടെക്നീഷ്യൻസിനൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനും ക്യാമറാമാനും എല്ലാവർക്കും നല്ല വിലയുണ്ട്. പണ്ട് ആർട്ടിസ്റ്റിന് മാത്രമേ ആ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവർക്കും നല്ല വിലയുണ്ട്. ഇപ്പം പഴയതുപോലെ അല്ലല്ലോ സിനിമ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഓസ്കാർ കിട്ടിയ പടം ഞാൻ കണ്ട പടത്തിന് തന്നെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും നല്ല പടം എന്ന് പറയുന്നത്. മറ്റേ ഡി കാപ്രിയോൻ്റെ പടത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. ഞാനിവിടെ ഏരീസ് പ്ലസിൽ പോയി കണ്ട പടമാണ് ദ ബാറ്റിൽ. ആ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം ആ പടത്തിന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള കാര്യം അറിയാം. പിന്നെ ഫെസ്റ്റിവലൊന്നും ഞാൻ മുടങ്ങാതെ മിക്കവാറും 30-35 പടം വരെ കാണുന്ന ആളാണ്. എന്ന് വെച്ചാൽ എല്ലാ ഫെസ്റ്റിവലിലും ഞാൻ പോകണം. എന്ന് വെച്ചാൽ 16th ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഞാനാണ് ഇവിടെ സെറ്റിംഗ് എല്ലാം ചെയ്തു കൊടുത്തതൊക്കെ ഞാനാണ്. അന്ന് ഞാൻ സിനിമ ഡിജിറ്റലിലോട്ട് മാറുകയാണ്. ഫിലിമിൽ നിന്ന് മാറി ഡിജിറ്റലിലോട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ അന്ന് സെറ്റ് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഫിലിം പെട്ടി. അന്ന് ഞാനത് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, അത് പറ്റി നല്ല അഭിപ്രായങ്ങൾ വന്നു. അതിൻ്റെ ഇത് വന്നു. ഒരു പഴയ സിനിമ പെട്ടിയില്ലേ, നമ്മൾ ഫിലിം കൊണ്ടുപോകുന്ന പെട്ടിയില്ലേ, അതാണ് ഓഫീസ്. അങ്ങനെ ചെയ്തു. പിന്നെ ഒരു ഇൻഫർമേറ്റീവ് ആർച്ച് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവാർഡ് കിട്ടിയ സിനിമകളുടെ മാത്രം വെച്ചിട്ടൊരു ആർച്ച് ഉണ്ടാക്കി. അത് പക്ഷേ ഞാൻ 2-3 ഡിസൈൻ കൊടുത്തു. പക്ഷേ ഇതൊക്കെയാണ് അപ്രൂവലായി വന്നത്. പക്ഷേ നല്ല അഭിപ്രായം വന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ നല്ല റൈറ്റപ്പൊക്കെ തന്നായിരുന്നു എനിക്ക്. ഇത്രയും വർഷത്തെ ഒരു ജേർണിയിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് കൂടെ വർക്ക് ചെയ്ത ഒരു ഡയറക്ടറെ ചോദിച്ചാൽ ആരെ പറയും?
എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നതാണ്. നാളെ എനിക്ക് പടം കിട്ടാതെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് എല്ലാ കാര്യത്തിലും എൻ്റെ അഡ്വൈസറായിട്ട് നിന്ന് കൂടെ വന്നത് മരിച്ചുപോയ ഷാജീൻ കാരണം. എല്ലാ കാര്യത്തിലും എന്ത് ലോകത്തുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും നോളജും സകല വിഷയങ്ങളെപ്പറ്റിയും നോളജുള്ള ഏക മനുഷ്യൻ ഷാജീൻ കരുണാണ്. പുള്ളി സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ പല കാര്യങ്ങളും എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊറിയൻ ഡയറക്ടർ ഉണ്ടല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടർ, മരിച്ചുപോയി. പുള്ളി കോവിഡ് വന്ന് മരിച്ചുപോയൊരു ഡയറക്ടറുണ്ട്. അപ്പോൾ ആ പുള്ളിയെപ്പറ്റി ഞാനിങ്ങനെ ഓരോന്ന് ഇവിടെ സൂപ്പർ ഹിറ്റാണ് ആ പടങ്ങളെല്ലാം, പുള്ളിയുടെ പടങ്ങൾ. അപ്പം ഞാനിങ്ങനെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സാർ ഇന്ന ആളുടെ പടം ഇത്തവണ ഉണ്ട്, നല്ല രസമാണ് സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറയണം. ഞാനും പുള്ളിയായിട്ട് ഒരു ദിവസം പുള്ളിക്ക് ഡിന്നർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് ഞാൻ ഗോവയിൽ പോയി ഒരു വലിയ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് അവസാനം പുള്ളി പറഞ്ഞ് നമുക്ക് തട്ടുകടയിൽ പോയിട്ടിരിക്കാം. പുള്ളി അങ്ങനെ ഞാൻ ഗോവയിൽ തട്ടുകടയിൽ പോയിട്ട് ഏതാണ്ട് നേരം വെളുക്കണ വരെ അവിടെയൊന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ലോകം മൊത്തം അറിയുന്ന ഒരു കക്ഷിയാണ്, ലോകത്തുള്ളവരെ മുഴുവൻ അറിയുന്നൊരു കക്ഷിയാണ് ഷാജി സാർ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, സാറ് ഇതുമായിട്ട് ഞാനീ പറഞ്ഞ അബദ്ധമായി പോയിരുന്നു പുള്ളിയുടെ സിനിമകളെ പറ്റി പറഞ്ഞതെന്ന്. ഷാജി സാറിൻ്റെ കൂടെ ചേട്ടൻ ഒരുപാട് ഞാൻ ഷാജി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപാനം വർക്ക് ചെയ്തു, ഓള് വർക്ക് ചെയ്തു. അങ്ങനെ 2 പടം ഞാൻ വർക്ക് ചെയ്യാൻ പറ്റി. 2 പടം വർക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല ഇതാണ് കിട്ടിയത്. പുള്ളി ഓരോ കാര്യങ്ങളും പുള്ളി സ്റ്റഡി ചെയ്തിട്ടാണ് സിനിമയിൽ വരുന്നത്. അതിൽ ഓളിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തു പോയ ഇവർ നേപ്പാൾ, ഭൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള ചൈനീസ് ഇതിൽ പഗോഡ മാതിരിയുള്ള ഒരു അമ്പലം അങ്ങനെയൊക്കെ സെറ്റ് ഇടേണ്ടി വന്നു. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പുള്ളിയുടെ ആ ഇതാണ് ഷോർട്സ് എടുത്തിരിക്കുന്ന. അപ്പോൾ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ബെല്ലില്ലേ, ബെല്ലെന്ന് പറയുന്നത് ഈ ചൈനീസ് ബെല്ല് വെള്ളത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക. അപ്പോൾ വേലിയേറ്റം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഓളം തട്ടിയിട്ട് ആ ബെല്ലടിക്കുന്ന ഒരു സംഭവം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ഞാൻ സെറ്റ് ഇടുകയാണ് ചെയ്തത്, ചൈനീസ് ബെല്ല്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാധനം എന്ന് പറയുന്നത് സാധാരണ ഒരു ക്യാമറാമാനോ ഡയറക്ടറോ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് പുള്ളിയുടെ ആ സംഭവം. പിന്നെ മലയാളത്തിലെ ഒരുവിധമുള്ള ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിബി മലയിൽ ഷാജി കൈലാസിൻ്റെ ഏതാണ്ട് 32-33 പടത്തോളം വർക്ക് ചെയ്തു ഞാൻ, തമിഴും മലയാളം എല്ലാം കൂടെ ചേർന്നിട്ട്. എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു ഒരു ഡയറക്ടർ ഇത്രയും പടം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനായിരിക്കും മിടുക്കൻ അതിൽ ആ കാര്യത്തിൽ. ചിലപ്പം സാബു ചേട്ടനാണ്, സാബു സാറിൽ കാണാം പ്രിയഞ്ചേട്ടൻ്റെ പടങ്ങൾ കുറേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ മലയാളത്തിൽ ഒരു ഡയറക്ടറുടെ കീഴിൽ ഇത്രയും പടം വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയൊരു ആർട്ട് ഡയറക്ടർ വരാനുമില്ല, വരുമായിരിക്കാം, പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, ചേട്ടൻ ഇപ്പോൾ തമിഴിലും കുറച്ച് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതിൽ ഡിമാൻഡ്സ്, അത് ആർട്ട് വർക്കിൽ ഒരു ഡിമാൻഡ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണ് ചേട്ടന് ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ മലയാള സിനിമകളിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒറ്റ ഷെഡ്യൂളിൽ അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്ന പടം. എങ്ങനെയെങ്കിലും കാശ് മറിച്ചാൽ അവിടെ നിന്ന് മറിച്ചാൽ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിനെ പിന്നെ കിട്ടത്തില്ല. പിന്നെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തമിഴിൽ എനിക്കത് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ ഒരു ഷെഡ്യൂളിൽ ഒരു 10 ദിവസത്തെ ഷെഡ്യൂൾ, പിന്നെ ഒരു 10 ദിവസത്തെ ഷെഡ്യൂൾ. അപ്പോൾ 10 ദിവസത്തെ ഷെഡ്യൂളിലുണ്ട് ഇന്ന സെറ്റ് ഉണ്ട്, ഇന്ന സെറ്റ് വർക്ക് ആ സാധനങ്ങൾക്ക് വേണ്ടി. ഇപ്പം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത് തമിഴെന്ന് പറഞ്ഞാൽ വൈഗൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പടമാണ്. അതിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ സെറ്റാണ്, ഒരു ഫസ്റ്റ് AC ട്രെയിൻ സെറ്റ്. അപ്പോൾ ഈ സെറ്റിങ്ങിനെ ഇട്ട് വെച്ചേക്കാണ് ഒരു സ്റ്റുഡിയോയ്ക്കകത്ത്. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 10 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ 10 ദിവസത്തെ ബഡ്ജറ്റ് മാത്രം കൊടുത്താൽ മതി, അവരത് റെഡിയാക്കി വയ്ക്കും. ആ ബഡ്ജറ്റ് വച്ചതിന് ശേഷം ആ റെഡിയാക്കി വെച്ച ബഡ്ജറ്റ് വെച്ചിട്ടാണ് അടുത്തത്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലെ ടെക്നീഷ്യൻസ് എല്ലാം അവിടെ നിന്നുള്ളവരാണ്. നമ്മളെ 1-2 പേര് മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ഥലത്തു നിന്നാണ്. അവർക്ക് മാത്രം റൂം കൊടുത്താൽ മതി. ബാക്കിയുള്ളവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അവിടെ തന്നെ വർക്ക് ചെയ്യും. അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, ഈവനിങ് ആകുമ്പോഴത്തേക്കും 3 മണിയാകുമ്പോൾ 4 മണിയാകുമ്പോഴത്തേക്ക് ഒരു ബാറ്റയും സെറ്റിൽ ചെയ്ത് നാളത്തേക്കൊന്നും ഒരു സംഭവമില്ല. അപ്പോൾ ഒരു ഷെഡ്യൂളാണെങ്കിൽ ഒരു ഷെഡ്യൂളിൽ
പടം ഇത് ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് 10 ദിവസമോ 15 ദിവസമായിരിക്കും. ആ 10 ദിവസത്തെ പരിപാടി മാത്രമേ അവർ ചെയ്യുള്ളൂ. അങ്ങനെ അടുത്ത ഒരു നമ്മൾ ഏതെങ്കിലും പടത്തിന് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഫോൺ വരണം, ഒന്ന് കയറി വരണം, ഒരു 10 ദിവസം വർക്കുണ്ട്. അങ്ങനെയാണ് ആ പടങ്ങളെല്ലാം തീർക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നണം അവിടെ ഉള്ളതൊക്കെ ആക്ടേഴ്സിനൊക്കെ ഡെയിലി വേജസാണ് ചെയ്യുന്നത്. അങ്ങനൊരു ഇതുണ്ട് സംഭവം തമിഴിൽ. ചേട്ടൻ ഇപ്പോൾ ഇത്രയും മൂവീസ് ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ഈ വർക്ക് എനിക്ക് ചെയ്യണ്ടായിരുന്നു, കമ്മിറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്ത ഒരു മൂവി, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പറയില്ല, ഒരിക്കലും പറയില്ല. അത് ചിലപ്പോൾ നാളെ ആ ഡയറക്ടർ ചിലപ്പോൾ നല്ലൊരു പടമായിട്ട് വരെയായിരിക്കും. അപ്പോഴത്തേക്കും ഞാനത് ഇല്ലാതാക്കണം എന്തിനാണ്, അത് ഞാനത് പറയില്ല. അങ്ങനെ ഫീൽ ചെയ്ത ഒരുപാട് പടമുണ്ട്. അപ്പോൾ ഓടാത്ത പടങ്ങളുണ്ട്, ഒരുപാട് ഓടാത്ത പടങ്ങളുണ്ട്. അങ്ങനെയുള്ള സിനിമകളുണ്ട്. ഇപ്പോഴുള്ള സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള എല്ലാം ന്യൂജൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ വിശ്വസിക്കുന്നില്ല, പഴയ ജെന്ന് തന്നെയാണ്. ഇപ്പോൾ പല സാധനങ്ങളും മാറുന്നേ ഉള്ളൂ, ക്യാമറ മാറുന്നു, ബാക്കിയുള്ള സംഭവങ്ങൾ മാറുന്നു. ഇപ്പം 4Kയും 6K ഒക്കെ ആയപ്പോഴത്തേക്ക് സെറ്റിന് ഡീറ്റെയിൽസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പഴയതുപോലെ കളിക്കാൻ പറ്റില്ല, വളരെ ഡീറ്റെയിൽഡ് വർക്കാണ്. അപ്പം ഞാൻ ചില കള്ളത്തരങ്ങൾ ചെയ്യാറുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, കുറച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും. സെറ്റൊക്കെ കുറച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കള്ളത്തരം പിടിക്കാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ബ്രൈറ്റായി കഴിഞ്ഞാൽ സെറ്റിൽ ജോയിൻറ്റും അങ്ങനെയൊക്കെയുള്ളതൊക്കെ തിരിച്ചറിയാത്ത രീതിയിൽ അങ്ങനെ ചെയ്യും. ഇനി അങ്ങനെ ഫോളോ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ മറ്റുള്ളവരോട് പറയുന്ന ഉപദേശം അതാണ്, കുറച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കളയും, അങ്ങനെ ചെയ്ത് സെറ്റ്. ഓക്കെ, പണ്ട് ആൾക്കാരൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സിനിമ കാണുന്നു, പക്ഷെ ഇന്ന് കൂടുതൽ ആൾക്കാരും അതിനെ കൂടുതൽ നിരീക്ഷിച്ച് അതിലെ എന്തൊക്കെയാണ് ടെക്നിക്കാലിറ്റീസിനൊക്കെ കുറച്ചും കൂടെ നിരീക്ഷിക്കുന്ന ഒരു തരത്തിലോട്ടുള്ള ഒരു കാഴ്ചക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ അതിന് ഉദാഹരണമാണ് നേരം എന്ന് പറഞ്ഞൊരു പടം ഞാൻ വർക്ക് ചെയ്തത്. നേരം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആ പെൺകുട്ടിയുടെ മുറിയൊക്കെ ഞാൻ സെറ്റിഡാണ് ചെയ്തത് ചിത്രാഞ്ജലിയിൽ. ആർക്കും അറിയത്തില്ല, ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. പെൺകുട്ടിയുടെ ആ മുറി എന്ന് പറയുന്നത് നായികയുടെ ആ പെണ്ണ് റേപ്പ് അറ്റംപ്റ്റിന് വിധേയമാകുന്ന പെൺകുട്ടിയുടെ ആ മുറി നമ്മൾ ഷൂട്ട് ചെയ്തത് ചിത്രാഞ്ജലി സെറ്റ് ഇട്ടിട്ടാണ്. പക്ഷേ ആ സിനിമ കാണുമ്പോഴും അറിയത്തില്ല നിങ്ങൾക്ക് അത് സെറ്റാണെന്ന്. ലാൽ സാർ വന്ന ജനലിൽ കൂടെ നോക്കുന്നത് വരെ സെറ്റാണ്, അവിടെയല്ല, ആ വീട്ടിലല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ അറിയുന്നത്. അപ്പം ഞാനത് ചെയ്തപ്പോഴത്തേക്ക് ആ പെൺകുട്ടി സ്കൾപ്ചർ ചെയ്യുന്ന പെൺകുട്ടിയാണ്, പ്രതിമ ചെയ്യുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ആ മുറിയിൽ പ്രതിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചുവരിലൊക്കെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചേഞ്ച് വരണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ എസ്തെറ്റിക്കാണ്. ഞാൻ ഇതല്ല പറയുന്നത്, ഞാൻ തന്നെ കൈവച്ചിട്ട് കുറേ ചെളിയൊക്കെ എടുത്ത് ചുവരിലൊക്കെ തേച്ച്, സ്വിച്ച് ബോർഡിലൊക്കെ തേച്ച്. എന്നുവെച്ചാൽ എല്ലാവരും ചോദിക്കും ഈ സ്വിച്ച് ബോർഡിലും അവിടെയൊക്കെ ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാത്ത പെൺകുട്ടി ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഫാൻ ഇടാമല്ലോ, മനസ്സിലായല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചുവരിൽ കൈവച്ച് തേച്ചിട്ടു. അതൊക്കെ തേച്ച് വിട്ട് എല്ലാം കഴിഞ്ഞ് പലരും അഭിപ്രായം പറഞ്ഞു, ഇത് ഇവളിങ്ങനെ പിടിച്ച് ചുവരിൽ പിടിച്ചായിരിക്കുമായിരുന്നു മിക്കവാറും കുട്ടികൾ. അപ്പം ഞാൻ ചുമരിലൊക്കെ ഈ കൈയുടെ പാടുകൾ ചെളി വെച്ചിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടുന്ന കൂട്ടത്തിൽ ഇത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നേരിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് കട്ടിങ്സിൽ ഒരാൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പം ഞാനത് ചോദിച്ചു. അപ്പം ഞാൻ ഇത്രയും സ്റ്റഡി ചെയ്തിരിക്കണല്ലോ ഒരു പടത്തിനെ പറ്റി, അവൻ ഇത്രയും സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പിങ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയുടെ പാടുകൾ അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതൊരു ഹൈലൈറ്റ് ആണെന്ന് പറഞ്ഞൊരു റൗണ്ട് ഇട്ടിട്ട് അത് വന്നിരിക്കണം. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, അപ്പോൾ ഇത്രയും ആൾക്കാർ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് റെഫർ ചെയ്യണമല്ലോ എന്നൊരു സംഭവം എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളപ്പോൾ എന്താണ്, നമ്മൾ കെയർഫുൾ ആവാനുള്ള, ഇനിയും കെയർഫുൾ ആയിക്കോ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനിയുള്ള വർക്കേഴ്സ്, ഇനിയുള്ള ആർട്ട് ഡയറക്ടേഴ്സൊക്കെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചേട്ടാ, അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടുകൂടി ആൾക്കാർ ഭയങ്കര റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരു പ്രീ ഡിറ്റർമൈൻഡ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് ആൾക്കാർ സിനിമ പോയി കാണുക, അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് ആൾക്കാർ സിനിമ കാണുന്നു, അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ടോ? എനിക്കിപ്പോൾ തോന്നുന്നത് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ടാണ് ആൾക്കാരിപ്പോൾ സിനിമ കാണുന്നത്. അത് വലിയ ഒരു പരിധിവരെ പ്രശ്നമാണ് എന്ന് മാത്രമേ പറയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയുടെ റിവ്യൂ കണ്ടതിന് ശേഷം എല്ലാവരും, ഇപ്പം ഞാൻ വരെ എനിക്ക് തോന്നുന്നു ഞാൻ അഡിക്റ്റായി പോയെന്നാണ്. ഞാൻ വരെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് ചുമ്മാ റിവ്യൂ എടുത്ത് നോക്കും, അതിനെപ്പറ്റി എന്താണെന്ന് അറിയാനൊരു അൻസൈറ്റി. അതിൽ അഡിക്റ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ആൾക്കാർ സിനിമ കാണാൻ പോകണമെന്നാണ്. ഇപ്പം ഒരുവിധമുള്ള പടങ്ങളൊക്കെ യുവാക്കൾ, ഇപ്പം ഞാൻ വളരെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പണ്ടത്തെ പടങ്ങളും ഇപ്പോഴത്തെ പടങ്ങളും തമ്മിൽ ഞാൻ താരതമ്യപ്പെടുത്താനല്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ രാവണപ്രഭു എന്ന് പറഞ്ഞ പടം വീണ്ടും റിലീസ് ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത പടമാണ്. അപ്പോൾ എനിക്കത് കാണണമെന്ന് വെച്ചിട്ട് വൈഫും ഞാനും മോനും കൂടെ പോയി. എന്താ പ്ലസ് എന്നായിരുന്നു. ഞാൻ എന്നിട്ട് ഞാൻ രഞ്ജിത്തിനെ ഫോൺ ചെയ്തു, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തിനെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ സിനിമ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ തൃശ്ശൂർ രാഗത്തിലാണ്. ഞാനന്ന് മാരേജൊക്കെ കഴിഞ്ഞു, ഞാനും വൈഫൊക്കെ തൃശ്ശൂരായിരുന്നു എൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ രാഗത്തിൽ പോയി കാണുമ്പോൾ ഇത്രയും ബഹളം ഇല്ലായിരുന്നു. ഇന്ന് ഞാനത് ഓരോ സീനും കാണുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ മുഴുവൻ ഇവിടെ നിന്ന് നടന്നു പോയി തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ സ്ഥലത്ത് പോയി ഡാൻസ് ചെയ്യണം ഓരോ പാട്ടിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിനിമ ഇനിയും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് കണ്ടപ്പോഴേ അത് അങ്ങനെയാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ. അപ്പം അന്ന് ഇതേമാതിരി റിവ്യൂ ഒന്നും ഇല്ലായിരുന്നു. റിവ്യൂ നമ്മൾ കാണണമെന്ന് വെച്ചാൽ വല്ല കോഴിക്കോടനോ അങ്ങനെ കുറച്ച് പേര് ചിത്രഭൂമിയുടെ ബാക്കിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതുമ്പം മാത്രമേ നമ്മൾ റിവ്യൂ കാണാറുള്ളൂ. പണ്ട് ഹിന്ദു പത്രം വീട്ടിൽ വരുത്തുമായിരുന്നു. ഫാദർ ഹിന്ദു പത്രം വായിക്കുമായിരുന്നു. അപ്പോൾ ഹിന്ദു പത്രത്തിൽ മലയാളത്തിലെ സിനിമകളെ പറ്റി റിവ്യൂ നീറ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് എഴുതും, നന്നായിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതെന്നും പറഞ്ഞ് എഴുതുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഞാൻ പണ്ട് വായിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ഹാഫ് കൊള്ളാമെന്നും പറഞ്ഞിട്ടാണ് റിവ്യൂ വരുന്നത്. സെക്കൻഡ് ഹാഫ് കാണാൻ ഇനി ഇരിക്കണേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കുറച്ച് നാലാമത്തെ സീനിൽ കുറച്ച് ലാഗുണ്ട്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സിനിമ പലപ്പോഴും വരണത് ഞാൻ കുറ്റം പറയല്ല, സിനിമ പോസ്റ്റർ ഒട്ടിച്ച് കഴിയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ആരും ഇപ്പോഴും സിനിമയെ പറ്റി മാധ്യമങ്ങൾ പണ്ട് ചിത്രഭൂമി, ഒരുപാട് മാഗസിൻ, നാന, അങ്ങനെ സിനിമയെ പറ്റിയുള്ള ഒരുപാട് മാഗസീൻസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഒന്നാമതൊരു തിയേറ്ററിൽ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴാണ് സിനിമ അറിയണത്. അതിൻ്റെ റിവ്യൂ വരുമ്പോഴത്തേക്ക് സിനിമ കൊള്ളാമെന്ന് പറയുന്നുണ്ട്, സിനിമ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളവർ എനിക്കിഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ വിലയിരുത്തൽ അറിയട്ടെ, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതല്ല സത്യം പറഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇപ്പം ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ സിനിമ ചെയ്ത് വന്നപ്പോൾ 13 പ്രിൻ്റാണ്, പിന്നെ അത് 20 പ്രിൻ്റായി, 25 പ്രിൻ്റായി. നരസിംഹമൊക്കെ ആയപ്പോഴാണ് 100 പ്രിൻ്റായത്. അപ്പം അങ്ങനെയൊക്കെ ആ ബിയും സിയിലും കൂടെ റിലീസ് ചെയ്യാൻ തുടങ്ങി. അന്ന് കുറേ പ്രശ്നങ്ങൾ നടന്നു, എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എ ക്ലാസ്സുകാർ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എ ക്ലാസ് തിയേറ്ററാണ്. എല്ലാ എ ക്ലാസ് തിയേറ്റർ ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഒരു സിനിമ റിലീസ് ചെയ്താൽ 10 തിയേറ്ററിൽ റിലീസ് ആവാൻ, 10 റിലീസാവാനുള്ള. ഇപ്പം നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പറയും ഇന്ന് 10 പേരേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ സിനിമ കാണിക്കില്ലെന്ന്. പലരുടെ അനുഭവങ്ങളാണ്. ഇന്ന് 7 പേരേ വന്നിട്ടുള്ളൂ. 7 പേരായിട്ട് നമുക്ക് കാണിച്ച നഷ്ടമാണ്. കുറഞ്ഞത് 15 പേരെങ്കിലും ഉണ്ടെങ്കിലേ സിനിമ കാണിക്കാൻ പറ്റും. ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ആൾക്കാർ മറ്റേ തിയേറ്ററിൽ പോകാൻ സമയം കാണില്ല. അപ്പോൾ ആ ടിക്കറ്റ് പോയി, അവർ പിന്നെ ആ സിനിമ കാണാനും പറ്റില്ല. അവർ ഇനി ആളില്ല, അതുകൊണ്ട് ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ മാത്രമേ ഓടുള്ളൂ എന്നല്ല, അല്ലാത്ത പടങ്ങളിലൂടെ ഓടണുണ്ടല്ലോ. ഇപ്പോൾ ഓടുന്ന സിനിമകളുടെ ഡയറക്ടേഴ്സിനെ ആർക്കറിയാം? അന്നൊക്കെ ഡയറക്ടേഴ്സിൻ്റെ പേരിലായിരുന്നു സിനിമ. ഡയറക്ടേഴ്സിൻ്റെ പേരിൽ ഒരു കാലത്ത് സിനിമ നിന്നാണ്. അതിനു മുമ്പ് ആർട്ടിസ്റ്റിൻ്റെ പേരിൽ സിനിമയായി, അത് കഴിഞ്ഞിട്ടും പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പേരിൽ സിനിമയായി. അല്ല, ഇതിനൊക്കെ മുമ്പേ കമ്പനിയുടെ പേരിൽ മഞ്ഞലാസ് അങ്ങനെയൊക്കെയുള്ള കുറേ കമ്പനികളുടെ പേരുണ്ടായിരുന്നു. കൽപ്പക, അങ്ങനെ കുറേ കമ്പനികളുടെ പേരിൽ ഇന്ന കമ്പനികളുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ. ഗാന്ധിമതി കമ്പനി. അപ്പോൾ അവരുടെയൊക്കെ നല്ല കുറേ സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടേഴ്സിൻ്റെ പേരിലായി, ആർട്ടിസ്റ്റിൻ്റെ പേരിലായി. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ പേരിലാണ് സിനിമ. നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ പടം ഓടും, ആർട്ടിസ്റ്റ് ഒരു പ്രശ്നമേ അല്ല. അത് നമ്മൾ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഓടുന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എത്ര പടങ്ങളുണ്ട്, അതിൽ ആരുടെയൊക്കെ ഡയറക്ടേഴ്സിൻ്റെ പേര് അറിയാമെന്നുള്ളതൊന്ന് പറഞ്ഞു തന്ന ഉദാഹരണം. പലപ്പോഴും ഞാൻ സിനിമ ചുമ്മാ ഒന്ന് ഓടുന്ന പടത്തിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ചുമ്മാ ഒന്ന് മൊബൈലിൽ അങ്ങനെ ഒന്ന് ഇതായി നോക്കുമ്പോഴാണ് അറിയണത് ഇന്ന ആൾക്കാരാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ആരും അറിയത്തില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന സിനിമയ്ക്ക് വരുമ്പോഴെല്ലാം നമ്മുടെ ആർട്ടിസ്റ്റ് ഡയറക്ടറിൻ്റെ എല്ലാവരും പേര്. പിന്നെ പണ്ടുള്ള ആ സ്വരൂപമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന പരിപാടിയില്ല. ഇപ്പോൾ ഈ കാരവൻ സംസ്കാരം വന്നതിന് ശേഷം ആർട്ടിസ്റ്റ് വന്നു, അഭിനയിക്കുന്നു, നേരെ കാരവാനിൽ പോയിരിക്കുന്നു. അല്ല ടെക്നീഷ്യനായിട്ട് യാതൊരു ബന്ധവുമില്ല അവർക്ക്.
പഴയ ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ പഴയ ആൾക്കാർക്ക് മറക്കാൻ പറ്റില്ല. പഴയ ആൾക്കാർ നമ്മുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കും, നമ്മുടെ അടുത്ത് വന്നിരിക്കും, നമുക്ക് കാരവനിൽ പോയിരിക്കാം. മമ്മൂക്കയുടെ കാരവനിലുണ്ടെങ്കിൽ നമുക്ക് പോയിരിക്കുന്നതിന് പ്രശ്നമില്ല, ലാലേട്ടൻ്റെ കാരവനിലും പോയിരിക്കുന്ന പ്രശ്നമില്ല. പുതിയ ആൾക്കാരുടെ നമുക്ക് പ്രവേശനമേ ഇല്ല അങ്ങോട്ട് ടെക്നീഷ്യൻസിനും. അപ്പോൾ നമ്മളാരും പോകാറുമില്ല, ഞാനങ്ങനെ ഒരു സ്ഥലത്തും പോകാറില്ല, അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടക്കാറുമില്ല. അപ്പം ഇപ്പോൾ സിനിമയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ പണ്ട് 13 സെൻറ്റർ വയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാം 25, 35, 45, 100, 110, 125, 175, 250 ദിവസത്തെ ഷീൽഡ് എൻ്റെ വീട്ടിൽ പോകണം. വന്നാൽ കാണിച്ചു തരാം. ഇപ്പോൾ എന്ത് സംഭവമാണ്, ഇപ്പോൾ ഏത് തിയേറ്ററിൽ ഓടണമെന്ന് അറിയാം. ഞാൻ ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ്. തിയേറ്ററുകളിൽ കൂടി ഇപ്പോൾ ഒരു സിനിമ റിലീസാവണ 10 തിയേറ്ററിലാണ്. 10 തിയേറ്ററിലാകുമ്പോഴത്തേക്ക് അത് കാണാൻ ആളും കാണത്തില്ല. ഒരു തിയേറ്ററിലാക്കി നോക്ക്, ആ മുഴുവൻ തിയേറ്ററിലുള്ള 10 പേര് വെച്ചിട്ട് 100 പേരെങ്കിലും സിനിമ ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ, ഓരോ തിയേറ്ററിലും ഓരോ ഷോ ഒഴിവാക്കി ആ സിനിമ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ ആ സിനിമ കാണണമെങ്കിൽ നമ്മൾ മറ്റേ ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ചിലപ്പോൾ ദൂരെ എങ്ങാനും ഒരു തിയേറ്ററിൽ ഓടണമെങ്കിൽ നമ്മൾ കാണണ്ടാന്ന് വയ്ക്കും. OTT വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കും. അങ്ങനെയായിട്ട് സിനിമ OTTയിലോട്ട് പോകാൻ തുടങ്ങി. ഇപ്പം അങ്ങനെയാണ് സിനിമയുടെ പ്രശ്നം. സിനിമ ഭയങ്കര സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്. എന്നാൽ ഇഷ്ടംപോലെ 100 സിനിമയ്ക്ക് മുകളിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതെല്ലാം ഗംഭീരമായി ലക്ഷങ്ങളും കോടികളും മുടക്കി സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ അറിഞ്ഞ കുറേ പടങ്ങൾ അടുത്തടുത്ത് നടന്ന്, ഇപ്പോൾ ഈ അടുത്തടുത്ത് നടന്നത് 2-3 പടങ്ങൾ എല്ലാം കോടിക്കണക്കിന് രൂപ സെറ്റിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഞാൻ ഇത് എവിടെ നിന്ന് തിരിച്ച് പിടിക്കുമെന്നുള്ളത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. എനിക്ക് സെറ്റിനോട് താല്പര്യം കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ സെറ്റ് ഒഴിവാക്കാമെന്ന് ഞാൻ പോയി ഡയറക്ടറോട് ചോദിക്കും. മറ്റത് ചെയ്തുകൂടെ, ഇവിടെ ചെയ്തുകൂടെ, മറ്റേ സ്ഥലത്ത് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. എന്തെന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ എന്തിനാണ് കാശ് കളയുന്നത്? ഇതൊക്കെ ഓടിക്കിട്ടിയെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും ഉള്ളൂ. പ്രൊഡക്ഷനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തിയേറ്ററിലെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഞാൻ ഏതോ ഒരു സിനിമയ്ക്ക് പോയപ്പോഴും ഇതാ പറഞ്ഞത്, 15 പേരുണ്ടെങ്കിലേ സിനിമ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ സിനിമ കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ. ചേട്ടാ, ഈ OTT പ്ലാറ്റ്ഫോംസ് വന്നില്ലേ, അപ്പോൾ ആ ഒരു OTT പ്ലാറ്റ്ഫോംസ് നമ്മുടെ സിനിമയുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നു, അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടോ? OTT പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ നമ്മൾ സീരിയൽ കാണുമ്പോഴേ ഉള്ളൂ. പകുതി കണ്ടിട്ട് പിന്നെ വീട്ടിൽ പോയി ബാക്കി കറിയും കൂടെ വെച്ചിട്ട് പിന്നെ വന്നിരുന്ന് കാണാം. അത് സിനിമയെ ബാധിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് കോൺസെൻട്രേറ്റ്, ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സുഖം വരത്തില്ല. നമ്മൾ ചായ ഇടാൻ വേണ്ടി പാത്രം വെച്ചിട്ട് കുറച്ചൊന്ന് കാണും, ചായ ഇട്ടിട്ട് വന്നിട്ട് കുറച്ച് കഴിയും, അതിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകും, ഓഫ് ചെയ്യും, പാസ് ചെയ്ത് വയ്ക്കും, പോയി കാണും. അത് അങ്ങനെയല്ല സിനിമ കാണേണ്ടത്. സിനിമ ത്രൂ ഔട്ട് കണ്ടെങ്കിലേ, ഒരുമിച്ചിരുന്ന് കണ്ടെങ്കിലേ സിനിമ ഫീൽ ചെയ്യുള്ളൂ. അതിനല്ലേ നമ്മൾ തിയേറ്റർ വേണം. അതാണ് തിയേറ്ററിൽ കാണുന്ന സുഖം. എവിടെ OTT പ്ലാറ്റ്ഫോമിലൊന്നും കണ്ട കാര്യമില്ല. OTT പ്ലാറ്റ്ഫോം കാണുന്നത് വെച്ചാൽ നമ്മൾ സീരിയൽ കാണുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എത്ര വലിയ സ്ക്രീനിൽ OTT കണ്ടാലും അതേ വരുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2 മണിക്കൂർ അടങ്ങിയിരുന്ന സിനിമ കാണുന്ന ചിലപ്പം 5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ടായിരിക്കും ഒരു സിനിമ കണ്ടിരുന്നത്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ചിലർ അതുകൊണ്ട് കണ്ട് ശീലിച്ചവർക്ക് കുഴപ്പമില്ലായിരിക്കും, അങ്ങനെ വരാം. പക്ഷേ എന്നെ ആസ്വദിക്കാൻ പറ്റില്ല. എനിക്ക് OTT ഇപ്പോൾ കണ്ട സിനിമ ഞാൻ ചിലപ്പോൾ കാണും. OTTയിൽ കണ്ട സിനിമ എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കണ്ട സിനിമ OTTയിൽ കാണും. അല്ലാതെ ഒരു പുതിയ പടം എടുത്തിട്ട് OTT കണ്ട് രസിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ കാണുമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ചേട്ടൻ നരസിംഹം മൂവിനെ പറ്റി പറഞ്ഞല്ലോ, അതിൽ ലാലേട്ടൻ പുഴയിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ആൾക്കാരിങ്ങനെ ആ സീനൊക്കെ എടുത്തിട്ട് ഒരുപാട് ട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത്രയും നേരം അപ്പോൾ ആളെങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നോ അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? ആ സീൻ നമ്മൾ ഭാരതപ്പുഴയിലാണ് ഷൂട്ട് ചെയ്തത്. അന്ന് വന്ന ക്രെയിൻ എന്ന് വെച്ചാൽ അകേല ക്രെയിൻ എന്ന് പറഞ്ഞൊരു ക്രെയിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അടി വരെ ലെങ്ത് ഉണ്ട്. 100 അടി വരെ ലെങ്ത് ഉണ്ട്. അപ്പം ദൂരെ നിന്ന് ആൾക്കാർ ഓടി വരുന്നു, ഈ സാധനം ഈ ക്രെയിൻ ഇങ്ങനെ പോകുന്നു, വെള്ളത്തിനെ പോകുന്നു, അവിടെ പോകും. അപ്പോൾ ഷാജിയൊക്കെ അതിൻ്റെ കുറച്ചപ്പുറത്ത് മാറി നിൽക്കുക. അപ്പം വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ നല്ല രസമായിരുന്നു അത് ഷൂട്ട് ചെയ്യുമ്പോൾ. എന്ന് വെച്ചാൽ നട്ടുച്ചയും വെയിലും ഭീകരമായിട്ട് സഹിക്കാൻ വയ്യാത്ത വെയിലും ചൂടും ആ സമയത്താണ്. അപ്പോൾ ഭാരതപ്പുഴയിൽ ചെറിയ ഒഴുക്കുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഈ ക്യാറ്റ് എടുക്കാൻ വേണ്ടി മുങ്ങും, താഴ്ന്നു പോകും. നമ്മൾ ക്യാമറ കൊണ്ടുവന്ന് അവിടെ എത്തുമ്പോൾ താഴ്ന്നു പോണ സ്ഥലത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ പൊങ്ങി കയറുന്ന ഒരു 10-20 അടി മാറിയിട്ടായിരിക്കും പൊങ്ങി കയറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കിൽ പുള്ളി അടിയിൽ കൂടെ അങ്ങ് പോകും.
വെച്ചാൽ കൗണ്ട് കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4 ഇങ്ങനെ പറഞ്ഞ് ഷാജി ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത്ര വരെ മുങ്ങിയിട്ട് പൊങ്ങുമ്പോഴത്തേക്കും എഴുന്നേറ്റുള്ളൂ. അല്ല വെള്ളത്തിനിടയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പല പ്രാവശ്യം ഒരു 7 പ്രാവശ്യം 8 പ്രാവശ്യം എടുത്തു, ശരിയാവണില്ല. അവസാനം പൊങ്ങി വരുന്നത് മാത്രം നമ്മൾ കുളത്തിലെടുത്തു. ബാക്കി നമ്മൾ അവിടെ വരെ ഇങ്ങനെ വന്നിട്ട് പൊങ്ങി വരുന്നത് മാത്രം കുളത്തിൽ ഷൂട്ട് ചെയ്തു. എന്നുവെച്ചാൽ ഇത് എടുക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി മുങ്ങി ഇരുന്ന് പൊങ്ങി വരും. പക്ഷേ പൊങ്ങി വരുന്നത് ഒരു 20-25 അടി മാറിയിട്ടായിരിക്കും, ക്യാമറയിൽ നിന്ന് ഔട്ട് ഓഫ് ക്യാമറയിലായിരിക്കും പൊങ്ങി വരുന്നത്. പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അടിയിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ വല്ല കരിങ്കല്ല് ഇട്ട് തൂക്കണം പുള്ളി. അത് പാടാണ്. അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. This show is presented by Luvi.